Next topic is electric drives. Devices which are used to control the motion of any motor are called as drives. So systems that are employed for motion control are called drives. So speed control nu vendiyokke use cheyuna devices nanu drives ennu parayunnathu. This figure shows the basic block diagram of an electric drive. It consists of source, power modulator, motor, load, sensing unit, then control unit. Motor can be either DC or AC. Here the speed of the motor is controlled by controlling the power from the energy source. So energy source ആണ് ഇവിടെ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പവർ മോഡുലേറ്റർ. പവർ മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ അത് പവർ കൺവേർട്ടേഴ്സ് ആണ്, പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സ് ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് ഈ എനർജി സോഴ്സിൽ നിന്ന് വരുന്ന പവർ മോട്ടറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പം മോട്ടർ ഇവിടെ ഒരു പ്രൈം മൂവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ മോട്ടറാണ് ഇവിടെ ലോഡിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോട്ടർ സ്പീഡിനെ വേരി ചെയ്യിക്കണം. അതിനുവേണ്ടിയാണ് പവർ മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഈ പവർ മോഡുലേറ്റർ എങ്ങനെയാണ് സ്പീഡ് വേരി ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സെൻസിങ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, സെൻസിങ് യൂണിറ്റ് സെൻസസ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. സോ ഏത് പാരാമീറ്റർ ആണോ വേണ്ടത് ആ പാരാമീറ്റർ ഇവിടെ നിന്ന് സെൻസ് ചെയ്തിട്ട് അത് കൺട്രോൾ യൂണിറ്റിൽ ഇൻപുട്ട് ചെയ്യും. കൺട്രോൾ യൂണിറ്റ് കമ്പയർസ് the sensed parameter with the input command. Input command എന്ന് പറയുന്നത് റെഫറൻസ് സിഗ്നലാണ്. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്ത റെഫറൻസ് സിഗ്നലും ഈ മോട്ടറിൽ നിന്ന് സെൻസ് ചെയ്ത ആ പാരാമീറ്ററും തമ്മിൽ കൺട്രോൾ യൂണിറ്റ് കമ്പയർ ചെയ്തിട്ടൊരു എറർ സിഗ്നൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിഗ്നൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. എറർ സിഗ്നൽ ഓർ കൺട്രോൾ സിഗ്നൽ. ആ എറർ സിഗ്നൽ ബേസ് ചെയ്തിട്ടാണ് പവർ മോഡുലേറ്റർ ഇവിടെ നിന്നുള്ള പവറിനെ മോട്ടറിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്നുള്ളത് ഇതൊരു ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അപ്പം ഇവിടെ നിന്നുള്ളത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് എറർ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് എറർ ആവാം. അപ്പം റെഫറൻസ് സിഗ്നലും ഇവിടുന്ന് സെൻസ് ചെയ്ത സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് എറർ കിട്ടാം, അല്ലെങ്കിൽ നെഗറ്റീവ് എറർ കിട്ടാം. അപ്പോൾ ബേസ്ഡ് ഓൺ ദ എറർ പവർ മോഡുലേറ്റർ മോഡുലേറ്റ്സ് ദ പവർ ഫ്രം ദിസ് സോഴ്സ്. അപ്പം ഇങ്ങനെയാണ് ഒരു ബേസിക് ഇലക്ട്രിക് ഡ്രൈവറിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ്. So components used in electric drives are motors, power sources and power converters. So motors can be of DC or AC. Different DC motors യൂസ് ചെയ്തിരിക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് വൗണ്ട് ഫീൽഡ് ഒക്കെയാണ് DC motors യൂസ് ചെയ്യുന്നത്. AC motors can be of induction, synchronous or brushless DC motor. പിന്നെ പവർ സോഴ്സസ് DC ആവാം, AC ആവാം. DC സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാറ്ററീസ്, ഫ്യൂവൽ സെൽ, ഫോട്ടോവോൾട്ടേക് സെൽ ഒക്കെയാണ്. AC ആയിട്ട് യൂസ് ചെയ്യുന്നത് സിംഗിൾ ഓർ 3 phase യൂട്ടിലിറ്റി, ഗ്രിഡ് ആൻഡ് ദെൻ വിൻഡ് ജനറേറ്റർ. ദെൻ ഡിഫറെൻറ്റ് പവർ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യാം. അതായത് DC ടു DC കൺവേർട്ടേഴ്സ്, അല്ലെങ്കിൽ കൺട്രോൾഡ് റെക്ടിഫയർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്. Flexible control characteristics. So steady state and dynamic characteristics of an electric drive can be changed based on the load requirement. So flexible ആയിട്ടുള്ള control characteristics ആണ് electric drivesന്. പിന്നെ starting and braking is easy and simple. So conventional ആയിട്ട് കമ്പയർ ചെയ്യുമ്പം instantaneous starting ഇവിടെ possible ആണ്. And provide a wide range of torque over a wide range of speed, both AC and DC motor. And it has lower maintenance, longer life, and they are adaptable to any kind of operation conditions. Then works to almost any type of environmental condition. No exhaust gases emitted, can be started and accelerated at very short time. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്സ്. ഇനി DC ഡ്രൈവ്സിൽ DC മോട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൈം മൂവറായിട്ട് നമ്മൾ പറയുന്നത് DC മോട്ടറാണ്. അപ്പോൾ ഈ DC മോട്ടറാണ് ലോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ ലോഡ് റിക്വയർമെൻറ്റിനെ ഇവിടെ ലോഡ് റിക്വയർമെൻറ്റ് എന്താണോ അത് മീറ്റ് ചെയ്യുന്നത് DC മോട്ടറിൻ്റെ ആ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്തിട്ടാണ്. അപ്പോൾ DC മോട്ടറിനെയാണ് ഇവിടെ പ്രൈം മൂവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് DC
ഡ്രൈവ്സ് ഇതൊക്കെയാണ്. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, റോളിംഗ് മിൽ, പേപ്പർ മിൽ, ടെക്സ്റ്റൈൽ മിൽ, മെഷീൻ ടൂൾസ്, ഫാൻസ്, പമ്പ്സ്, റോബോട്ട്സ്, വാഷിംഗ് മെഷീൻ, അതൊക്കെയാണ് ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. ഇനി മോഷൻ കൺട്രോൾ ട്രാൻസ്ലേഷണൽ ആവാം, റൊട്ടേഷണൽ ആവാം, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആവാം. അപ്പം ഒരു ഡ്രൈവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോഡ് ഉണ്ട്, മെക്കാനിക്കൽ ലോഡ്, ദെൻ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്, പിന്നെ ഒരു പ്രൈം മൂവർ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഒരു ഡ്രൈവ് സിസ്റ്റം. The DC motor drives are used mainly for good speed regulation, frequent starting and braking. ഈ ഡി സിയുടെ അഡ്വാൻറ്റേജ് നോക്കാം. അപ്പം ഡി സി മോട്ടേഴ്സിന് വേരിയബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള സ്പീഡ് ഡ്രൈവ്സിൽ ഡി സി മോട്ടേഴ്സ് യൂസ് ചെയ്യാം. വേരിയബിൾ സ്പീഡ് കിട്ടാൻ വേണ്ടി ഡി സി മോട്ടേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലാണ് ഡി സി മോട്ടേഴ്സിൽ. സോ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു ഒബ്റ്റെയിൻ സ്പീഡ് കൺട്രോൾ ഓവർ എ വൈഡ് റേഞ്ച്. പിന്നെ അതുകൂടാതെ മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ആണ് ദാൻ എ സി ഡ്രൈവ്. അപ്പം ഈ വേരിയബിൾ സ്പീഡ് ഡ്രൈവായിട്ട് സീരീസ് മോട്ടറും യൂസ് ചെയ്യാം, സീരീസ് ഡി സി മോട്ടർ യൂസ് ചെയ്യാം, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടർ യൂസ് ചെയ്യാം. പിന്നെ ട്രാക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഡി സി സീരീസ് മോട്ടേഴ്സാണ്. അപ്പം ഡി സി മോട്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിന് അത് യൂസ് ചെയ്യാറില്ല. ആൻഡ് ഇറ്റ് റിക്വയർ മോർ മെയിൻ്റനൻസ് ആൻഡ് എ സി മോട്ടേഴ്സ്. സോ ഇവിടെ പവർ മോഡുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പവർ കൺവേർട്ടർ ആണ്. അപ്പം ബേസ്ഡ് ഓൺ ദ മോട്ടർ യൂസ്ഡ് പവർ കൺവേർട്ടേഴ്സ് ആർ സെലക്റ്റഡ്. അപ്പം അതായത് നമുക്കൊന്നെങ്കിൽ കൺട്രോൾഡ് റെക്ടിഫയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡി സി ടു ഡി സി കൺവേർട്ടർ യൂസ് ചെയ്യാം. കൺട്രോൾഡ് റെക്ടിഫയർ കൺവേർട്സ് എ ഫിക്സഡ് എ സി വോൾട്ടേജ് ഇൻറ്റു എ വേരിയബിൾ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇപ്പോൾ കൺട്രോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വിച്ചസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് SCR അല്ലെങ്കിൽ മോസ്ഫെറ്റ് അതർ ദാൻ ഡയോഡ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് കൺട്രോൾഡ് റെക്ടിഫയറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ റെക്ടിഫയർ പ്രൊവൈഡ് എ വേരിയബിൾ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം എ ഫിക്സഡ് എ സി വോൾട്ടേജ്. സോ ഇൻപുട്ട് ആയിട്ട് ഒരു ഫിക്സഡ് എ സി വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്, പക്ഷേ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് വേരിയബിൾ ആയിട്ടുള്ളൊരു ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ റെക്ടിഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ വേറൊരു ടൈപ്പ് ഓഫ് കൺവേർട്ടേഴ്സ് ആണ് ഡി സി ടു ഡി സി കൺവേർട്ടർ. ഇപ്പോൾ ഡി സി ടു ഡി സി കൺവേർട്ടറിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഫിക്സഡ് ഡി സി വോൾട്ടേജ് ആണ്, ആൻഡ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് വേരിയബിൾ ഡി സി വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പവർ മോഡുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. Due to their ability to supply a continuously variable DC voltage, controlled rectifiers and DC to DC converters made a revolution in modern variable speed drives with power levels ranging from fractional horsepower to several megawatts. കൺട്രോൾഡ് റെക്ടിഫയർ നമുക്ക് സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടറിൽ യൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ ഡയോഡ് റെക്ടിഫയർ യൂസ് ചെയ്യുകയാണെങ്കിൽ they should be followed by a DC to DC converter. ഇനി let's see which are the various methods of speed control. ഇപ്പോൾ ഡി സി മോട്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്പീഡ് കൺട്രോൾ ആണ് ഇതൊക്കെ. ബൈ വേരിയിങ് ദ റെസിസ്റ്റൻസ് ഇൻ ദ ആർമേച്ചർ സർക്യൂട്ട്, അതിനെ റിയോസ്റ്റാറ്റിക് കൺട്രോൾ എന്ന് പറയാം. അതായത് ആർമേച്ചർ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് വേരി ചെയ്ത് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു. സെക്കൻഡ് വൺ ബൈ വേരിയിങ് ദ ഫ്ലക്സ്, it's also called as flux control. Third one by varying the applied voltage, also called as voltage control. So ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡി സി ഡ്രൈവ്സ്. ഇതൊക്കെയാണ്. ഇപ്പോൾ ഫേസ് കൺട്രോൾഡ് റെക്ടിഫയർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് സപ്ലൈ ആൻഡ് അക്കോർഡിംഗ് ടു ദ ക്വാഡ്രന്റ് ഓപ്പറേഷൻ. അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് സപ്ലൈ സിംഗിൾ ഫേസ് റെക്ടിഫയർ ഫെഡ് ഡി സി ഡ്രൈവ്സ് ആവാം, അല്ലെങ്കിൽ 3 ഫേസ് റെക്ടിഫയർ ഫെഡ് ഡി സി ഡ്രൈവ്സ് ആണ്. സിംഗിൾ ഫേസ് റെക്ടിഫയർ ഫെഡിൽ തന്നെ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺവേർട്ടർ, സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺവേർട്ടർ, ദെൻ സിംഗിൾ ഫേസ് ഡ്യുവൽ കൺവേർട്ടർ ഡ്രൈവ്സ് ഒക്കെ സിംഗിൾ ഫേസ് റെക്ടിഫയർ ഫെഡ് ഡി സി ഡ്രൈവ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ദെൻ 3 ഫേസ് റെക്ടിഫയർ ഫെഡ് ഡി സി ഡ്രൈവ്സ് ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ ക്വാഡ്രന്റ് ഓപ്പറേഷൻ ദേ ആർ 1 quadrant, 2 quadrant ആൻഡ് 4 quadrant. പിന്നെ സെക്കൻഡ് ടൈപ്പാണ് ചോപ്പർ ഫെഡ് ഡി സി ഡ്രൈവ്സ്. ഇപ്പോൾ ചോപ്പറിലും ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. 1 quadrant ചോപ്പർ ഡ്രൈവ്, ദെൻ 2 quadrant ചോപ്പർ ഡ്രൈവ്, 4 quadrant ചോപ്പർ ഡ്രൈവ്. ഇനി അടുത്തത് ഡി സി മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഇസ് Faraday's laws of electromagnetic induction. That is, when a current carrying conductor is placed in a magnetic field, a force is exerted. So അത് അനുസരിച്ചാണ് ഇവിടെ ഡി സി മോട്ടർ വർക്ക് ചെയ്യുന്നത്. And this force is perpendicular to the
wire and the magnetic field. അപ്പം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ് BIL, where B is the magnetic field, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ആണ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്, L is the length of the conductor or wire used. അപ്പം ടോർക്കിൻ്റെ ഇക്വേഷൻ ഇത് വരും BIL cos alpha ആണ് ടോർക്ക്, where alpha is the angle between the coil plane and magnetic field. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് ആർമേച്ചർ ഓഫ് എ DC മോട്ടറാണ്, ഒരു DC മോട്ടറാണ് കാണിച്ചിരിക്കുന്നത്. RA is the resistance of the armature circuit. അപ്പം DC മോട്ടർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഉണ്ട്, ദെൻ ഷണ്ട് DC മോട്ടർ, ദെൻ സീരീസ് മോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് ഷണ്ട് DC മോട്ടറിൽ ദിസ് RA is equal to the resistance of the armature winding. സീരീസ് ആകുമ്പം ഇറ്റ് ഇസ് എ സം ഓഫ് ആർമേച്ചർ ആസ് വെൽ ആസ് സീരീസ് ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ്. സോ ഇവിടുന്ന് നമുക്ക് ഇക്വേഷൻസ് എഴുതാം. അതായത് സപ്ലൈ വോൾട്ടേജ് ആണ് VA, അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ആണ് VA. അപ്പോൾ VA ഈസ് ഈക്വൽ ടു ഇവിടുത്തെ EMF, ബാക്ക് EMF പ്ലസ് ഈ ലൈനിലെ വോൾട്ടേജ് ഡ്രോപ്പാണ്. സോ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു E പ്ലസ് RA ഇൻറ്റു IA. ആൻഡ് ബാക്ക് EMF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം EB/phi ആണ് N. ഓക്കെ, EB/phi, അതായത് സ്പീഡ് N is equal to, N is directly proportional to EB/phi ആണ്. അപ്പോൾ ഇതിൽ നിന്ന് EB എങ്ങനെ എഴുതാം? N ഇൻറ്റു phi പിന്നെ ഒരു കോൺസ്റ്റൻറ്റ്, അതാണ് ആ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എന്നിനെ ഇവിടെ റേഡിയൻ പെർ സെക്കൻഡിൽ എഴുതുമ്പം ഒമേഗയാവും. ഇനി അടുത്തത് ടോർക്കിൻ്റെ ഇക്വേഷൻ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു phi ഇൻറ്റു IA ആണ്, വേർ IA ഈസ് ദ ആർമേച്ചർ കറണ്ട്, phi ഈസ് ദ ഫ്ലക്സ്. അപ്പം ഇതിനെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു phi IA എന്ന് എഴുതാം. ആ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ടോർക്ക് ഈസ് ഈക്വൽ ടു K ഇൻറ്റു phi IA.